അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഹെയർ ടിപ്സിന്റെ വീഡിയോസ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചായിരുന്നു, മോളുടെ മുടിക്ക് ദിവസവും ഓരോന്ന് മീൻ തല തേക്കുമോ, ഏത് എണ്ണയാണ് തേക്കുന്നത്, രേഖ എന്നാണ് പേര്, രേഖ ഉണ്ടെങ്കിൽ ചോദിച്ചത്. അപ്പോൾ ഞാൻ വീഡിയോയിലൂടെ പറയാമെന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഞാൻ ദിവസവും ഒരേ ഇത് തന്നെയാണെങ്കിൽ 2 ദിവസമൊക്കെ തേക്കും. ഇപ്പം ഇന്ന് ഒരെണ്ണം തേക്കുന്നു, ഇന്നിപ്പോൾ ഉലുവയാണ് തേക്കുന്നെങ്കിൽ നാളെ ഉലുവ തന്നെ തേക്കും. പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് തലയിൽ ഒന്നും തേക്കാറില്ല. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് ഞാൻ തലയിൽ പറ്റുന്നത്. അപ്പം നമുക്ക് ചിലത് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് തന്നെയല്ല, ചിലത് നമുക്ക് പിടിക്കില്ലാത്തത് കാണും. അങ്ങനെയുള്ളപ്പോൾ അത് ഒഴിവാക്കാം. ഒഴിവാക്കിയേച്ച് നമ്മൾക്ക് ഏതാണോ നമുക്ക് പ്രശ്നമില്ലാതെ തലയിൽ പുരട്ടാൻ പറ്റുന്നത് വെച്ചാൽ അതങ്ങ് പുരട്ടിയാൽ മതി. അപ്പം അന്ന് ഉലുവ എന്നോട് ചോദിച്ചു ദിവസം പറ്റുമെന്ന് ചോദിച്ചു. ഉലുവ അവൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉലുവ ദിവസം, എനിക്ക് പക്ഷേ 2-3 ദിവസം പറ്റി കഴിയുമ്പോഴത്തേക്കും എനിക്ക് മൂക്കടപ്പുണ്ടാകും കേട്ടോ. അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ദിവസമൊക്കെ പുരട്ടാറുള്ളൂ. അവൾക്ക് 2 ദിവസത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് ഞാൻ പുരട്ടി കൊടുക്കാറുണ്ട്. അത് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതലെടുക്കും. അത് തീരുന്നിടം വരെ അത് തലയിൽ പുരട്ടിയേച്ച് പിന്നെ ഒരു 2-3 ദിവസം, ഇപ്പം എനിക്കൊന്ന് 6-7 ദിവസമായി ഉലുവാട പുരട്ടിയിട്ട്. അപ്പോൾ അത് പുരട്ടി 2 ദിവസം പുരട്ടിയേച്ച് പിന്നെ കുറച്ച് 2 ദിവസത്തേക്ക് ഒന്നും പുരട്ടുകയില്ല. അത് കഴിയുമ്പോൾ അടുത്തത് തന്നെയല്ലേ. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പുറത്തുനിന്നൊന്നും അങ്ങനെ ഒന്നും മേടിച്ച് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലുള്ളത് മാത്രമാണ്. അത് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളുമാണ്. നമുക്ക് 10 പൈസ മുടക്കില്ലാത്തതാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പിന്നെ എന്നോട് ചോദിച്ചായിരുന്നു, മോൾ ഏത് എണ്ണയാണ് തേക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഓരോ എണ്ണയില്ല കേട്ടോ. ചില സാധ്യക്ക് ഞാൻ എണ്ണ കാച്ചി തേക്കുമായിരുന്നു. പക്ഷേങ്കിൽ അത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് അതിൻ്റെ മണം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കാച്ചെണ്ണ മാറ്റി പിന്നെ നമ്മുടെ ലേഡീസ് സെൻ്ററിൽ നിന്നൊക്കെ മേടിക്കുന്ന വാത്തിക എന്ന് പറഞ്ഞ എണ്ണ തേച്ചിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നു, പാരച്യൂട്ട്, ഇന്നൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ ചുമ്മാ പച്ച വെളിച്ചെണ്ണ തേക്കും. പിന്നെ ഏത് ആൽമണ്ട് ഓയിൽ തേക്കും. അപ്പോൾ ആൽമണ്ട് ഓയിൽ തേച്ചപ്പോൾ ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ചെയ്തു, അത് മുടി മൊത്തം പോകും, പന്നലാണ്, കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടപ്പോഴത്തേക്കും ഞാൻ പിന്നെ അതങ്ങ് നിർത്തിയേച്ച് ഇപ്പോൾ ചിലപ്പോൾ സാധാ വെളിച്ചെണ്ണയായിരിക്കും, അല്ലെങ്കിൽ എണ്ണയിലൊക്കെ ആയിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു എണ്ണയും തേക്കുന്നൊന്നുമില്ല. നമുക്ക് ഏത് എണ്ണ വേണേലും തേക്കാം കേട്ടോ. പക്ഷെ നമ്മുടെ തലമുടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ബാക്കി കാര്യങ്ങളാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറഞ്ഞു, എൻ്റെ ഇവിടെങ്ങും മുടിയില്ലെന്ന്, ദേ നോക്ക് മുടിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ എണ്ണ തേച്ച് കഴിയുമ്പോഴത്തേക്കും മുടി അങ്ങ് ഒത്തിരി അങ്ങ് പതുക്കി അങ്ങിരിക്കും. ആവശ്യത്തിനുള്ള മുടി എൻ്റെ തലയിലുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായുള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജയചേച്ചിയൊക്കെ വീഡിയോ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഞാനും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയത്. അതിന് മുമ്പ് വെച്ചാൽ എല്ലാ അമ്മമാരും അങ്ങനെ, പെൺപിള്ളേരുള്ള എല്ലാ അമ്മമാരുടെയും കാര്യം അങ്ങനെയാണ്. പെൺപിള്ളേരും തന്നെയല്ല, ആൺപിള്ളേരുള്ളതാണെങ്കിലും മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലും കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ചെറുപ്പം പോലെ എനിക്ക് നല്ല മുടിയുള്ളായിരുന്നു, നല്ല ഉള്ളുള്ള മുടിയായിരുന്നു. ഒരുപാട് നീളമില്ലെങ്കിലും നല്ല ഉള്ളുള്ള മുടിയായിരുന്നു. പക്ഷേങ്കിൽ അത് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ മുടി ഇങ്ങനെ ഓരോ ഫാഷന് വെട്ടിയിട്ടും അതൊന്നും എൻ്റെ തീരുമാനമല്ലായിരുന്നു കേട്ടോ. എൻ്റെ അമ്മച്ചിയായിരുന്നു അതൊക്കെ എനിക്ക് മുടി ഓരോ ഇതിലൊക്കെ ആയിട്ട് വെട്ടാനൊക്കെ കൊണ്ടുപോയി കിട്ടുന്നത്. എനിക്ക് മുടി വളർത്തുന്നതായിരുന്നു ഇഷ്ടം. അങ്ങനെ വെട്ടിയിട്ട് കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ അച്ചു കൊണ്ടുപോയി കഴിയുമ്പോൾ പിന്നെ എനിക്ക് മുടി നല്ലപോലെ വന്നു. അതൊന്ന് തുമ്പ് നമ്മൾ വെട്ടുമല്ലോ, ഒന്ന് ഷേപ്പിലൊന്ന് വെട്ടാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോയതാണ്. അവർ വെട്ടി ലാസ്റ്റ് അവിടുന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ തോളിൻ്റെ ഇടം വരെ ഉള്ളു മുടി. അമ്മ എന്നെ ഒന്ന് ഒത്തിരി വഴക്ക് പറഞ്ഞു, ചേട്ടൻ്റെ അമ്മ, ഈ തലമുടി എന്നെ കാണിച്ചു തന്നെ, അമ്മയ്ക്ക് ഇഷ്ടമല്ല മുടി വെട്ടിക്കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നാണെന്നറിയോ, ഞാനിപ്പോൾ അച്ചുവിന് എപ്പോഴും അവൾക്ക് മുടി വളർത്താണ്ട് ഞാൻ പറയും, മോനെ, എല്ലാവരും പറയാറുണ്ട് അച്ചുവിൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പറയാറുണ്ട്, അച്ചുവിൻ്റെ മുടി വെട്ടിയിടാൻ പറയാറുണ്ട്, എല്ലാം വേണ്ട. പക്ഷെ അവളും സമ്മതിക്കത്തില്ല. പിന്നെ ഞങ്ങളുടെ മൂത്ത ഏട്ടൻ ഒട്ടും സമ്മതിക്കത്തില്ല കേട്ടോ. മൂത്ത ഏട്ടൻ ഒട്ടും ഇഷ്ടമല്ല അവളുടെ മുടിയെ തൊട്ട് കളിക്കുന്നത്. അച്ഛനും ഇഷ്ടമല്ല. അങ്ങനെ ആരും സമ്മതിക്കത്തില്ല. ദീപാച്ചി അങ്ങനെ ആരും സമ്മതിക്കാത്തത് കൊണ്ട് അവൾക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് മുടി നീളത്തിൽ വളർത്തുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി നീളമുള്ള മുടിയെ. അപ്പം ഞാൻ അങ്ങനെ പുരട്ടാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്ക് മുടിക്കൊക്കെ ഒരു ഇച്ചിരി ഇതായി തുടങ്ങിയിട്ട്. എനിക്ക് പിന്നെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മുടി ശരിക്കും പൊഴിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് കാണുന്നവർ കാണുക. കാര്യം അത് ഇനിയിപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ആ വീഡിയോ വീണ്ടും ഇടാൻ പറ്റത്തില്ല യൂട്യൂബിൽ. അല്ലായിരുന്നു ഞാൻ വീണ്ടും എടുത്തിട്ട് കാണിച്ചു തന്നിരുന്നത്. ഞാൻ മിക്കതിനകത്തും തോർത്ത് കുളിച്ചേച്ച് തലയിൽ കെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഇവിടെ കഷണ്ടി മാതിരിയാണ് ഇങ്ങനെ ഇങ്ങോട്ടങ്ങ് കയറിയായിരുന്നേ. ഈ സൈഡും അതായിരുന്നു, ഇങ്ങനെ അങ്ങോട്ട് കയറി. പക്ഷേ ഞാൻ ഇങ്ങനെ ഇത് കണ്ട് ഈ മുട്ട, പിന്നെ ഈ മുരിങ്ങയില, പിന്നെ ഈ ഉലുവ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ തേക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മുടിക്ക് യാതൊരു പ്രശ്നമില്ലാതെ പോയത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അച്ചുവിൻ്റെ മുടിയിൽ നമ്മുടെ കേശവർദ്ധിനി എന്ന് പറഞ്ഞാൽ ഞാനത് ചെടി കാണിക്കുന്നുണ്ട്. അത് മിക്ക വീടുകളിലും ഉണ്ട്. എങ്ങൊന്നും മേടിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ചെടിക്കട കിട്ടുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ ചെടിക്കടയിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ നാട്ടിൻപുറത്തുള്ള മിക്ക വീടുകളിലും ഉണ്ട് ഈ കേശവർദ്ധിനി എന്ന് പറയുന്ന ചെടി. അതിൻ്റെ ഇല തൊട്ട് വേര് വരെ എല്ലാം നല്ല ഗുണമാണെന്ന് പറഞ്ഞത്. അതിൻ്റെ മുട്ട് പോലെ അതുപോലെ അത് ചുവടെ പറിച്ച് അതിൻ്റെ വേരയിലെ മണ്ണ് കഴുകി കളഞ്ഞ് ചതച്ചേച്ച് എണ്ണ കാച്ചി എടുത്താൽ മുടി വളരാൻ നല്ലതെന്ന് ഒത്തിരി ഇത് യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ കാച്ചി എടുത്തിട്ടില്ല.
പക്ഷെ ഞാൻ കൂടുതലും അത് പച്ചയ്ക്ക് തന്നെയാണ് തല പറ്റുന്നത്. എൻ്റെ തലമുടിയിൽ ഞാൻ പറ്റും. അത് മുടി നരയ്ക്കുന്നതിനും നല്ലതാണ്, മുടി കറക്കാനും നല്ലതാണ് ഈ കേശവർദ്ധിനി എന്ന് പറയുന്ന സാധനം. അതൊരു ചെടിയാണ്, അങ്ങാടി കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതുവരെ മേടിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷെ വീടുകളിലുണ്ട്. എൻ്റെ അടുത്തെങ്ങാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഇവിടെ വന്നാൽ അത് തരാം. അല്ലാതെ എനിക്ക് ഈ അയച്ചൊന്നും തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെയൊന്നും തരാം. പിന്നെ തരുമ്പോഴത്തേക്ക് തോന്നി ഇത് പെട്ടെന്ന് വാടുന്ന ചെടിയാണ് കേട്ടോ. പെട്ടെന്ന് വെള്ളം ഇല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകുന്ന ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എത്തിക്കാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞ് ഇച്ചിരി നീണ്ടു പോയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാണാം. എന്നതൊക്കെയാണെന്ന് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നതെന്നും കൂടെ കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ കേശവർദ്ധിനി എന്ന് പറയുന്ന ചെടി കേട്ടോ. എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇത് എവിടെ കിട്ടും, അങ്ങാടി കട കിട്ടും എന്നൊക്കെ. ഇത് മിക്ക വീടുകളിലും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ചെടി. അല്ലാതെ ഇതിൻ്റെ ഒരു ചെറിയ തൈ മതി. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പൂ പൊഴിച്ചും പോകുമ്പം ഈ അരിയെന്നാണ് ഇഷ്ടം പോലെ തൈകളാകും കേട്ടോ. നമ്മളൊരു ചെറുത് നട്ടാൽ മതി, അത് പൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഭയങ്കര വെയിൽ, അതുകൊണ്ട് പൂ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണത്തില്ല. ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വേണ്ടത് കേശവർദ്ധിനിയും കൂടെ വേണേ. കേശവർദ്ധിനി എന്തോരം ഉണ്ടോ അത്രയും നല്ലത് കേട്ടോ. വേണ്ട, ഇതാണ് ഇതിൻ്റെ പൂവ്, കേശവർദ്ധിനിയുടെ പൂവ് കണ്ടോ. ഇതിങ്ങനെ നല്ലപോലെ വിരിഞ്ഞ് നിൽക്കും കേട്ടോ. നല്ല രസമാണ് അന്നേരം കാണാനായിട്ട് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്. ഇതിപ്പോൾ വിരിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയ പൂവാണ്, അതാണ് ഈ ഇങ്ങനെ നിൽക്കുന്നത്. നല്ലപോലെ വിടർന്ന് നിൽക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പം നമുക്ക് വേണ്ടത് കേശവർദ്ധിനിയും പിന്നെ മുരിങ്ങയുടെ ഇലയും കൂടാണ് കേട്ടോ. മുരിങ്ങയുടെ ഇലയും കേശവർദ്ധിനിയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കേശവർദ്ധിനിയും മുരിങ്ങയിലയും കൂടെ ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചെടുത്താൽ, ഇത് അരച്ചെടുത്തേച്ച് ഞാൻ ഒന്ന് അരിച്ചും കൂടെ എടുത്ത് നല്ലപോലെ ഒന്ന് അരിച്ചും കൂടെ എടുത്ത് നമുക്കിങ്ങനെ ജെല്ലായിട്ട് കിട്ടും കേട്ടോ. മുരിങ്ങയിലൊക്കെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ, ഞാൻ ശകലം വെള്ളം കൂടെ ചേർത്താണ് അരച്ചത്. വെള്ളം ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ഇച്ചിരി തണുത്ത വെള്ളം ചേർക്കാൻ ഉണ്ടല്ലോ, മിക്സിയുടെ ജാറ് ചൂടാകത്തില്ല, നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ അതങ്ങ് അരിച്ചെടുത്താൽ മതി. അരിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പിള്ളേരൊക്കെ തലമുടിയിലൊക്കെ നമ്മൾ പറ്റുമ്പോഴുണ്ടല്ലോ ഈ ഒരു മരിപ്പൊടി മാതിരി ഇരിക്കത്തില്ല നമ്മൾ അരിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ. അതിൻ്റെ ജെല്ല് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ജെല്ലായിട്ടാണ് ഇരിക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം തളിട്ട്. അത് രണ്ടും കൂടെ ചേർന്നാണ് കേശവർദ്ധിനിയും മുരിങ്ങയിലയും കൂടെ ചേർന്നാണ്. അപ്പോൾ മുരിങ്ങയിലയുടെയാണ് ഇത്രയും ഒരു തിക്നെസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് തലയിലൊക്കെ പുരട്ടുന്നതും കൂടെ ഒന്ന് കാണാവേ. നമ്മുടെ ജെല്ലെല്ലാം ഉണ്ടാക്കിയെടുത്ത് വെച്ച് കേട്ടോ. ഇപ്പോൾ തലയിൽ നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ ഏത് പായ്ക്ക് ഇടുവാണെങ്കിലും ഉണ്ടല്ലോ, നല്ലപോലെ തലയിൽ എണ്ണ തേച്ചതിന് ശേഷമേ നമ്മൾ മുടിയെ പുരട്ടാവുള്ളൂ. അല്ലെങ്കിൽ മുടിക്ക് ഒരുമാതിരി ചകിരിനാര് പോലെ കിടക്കും. ഇതിപ്പോൾ തലമുടി എണ്ണ പുരട്ടിട്ട് കുറച്ച് നേരം ആകുന്നു കേട്ടോ. നമ്മളെപ്പോഴും തലയിൽ പായ്ക്കൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ഒരു ജെല്ല് കാണിച്ചില്ലായിരുന്നു, അതിടുമ്പോൾ എണ്ണ വേണമെന്നില്ല കേട്ടോ. ബാക്കി ഏത് ഇങ്ങനെ ഇലകൾ അരച്ച് നമ്മൾ ചേർക്കുമ്പോഴും ഉണ്ടല്ലോ, അതിലോട്ട് തലയിലോട്ട് നല്ലപോലെ എണ്ണ ചേർക്കുക, അല്ലെങ്കിൽ ആ ലിക്വിഡിനകത്തോട്ട് ഇച്ചിരി എണ്ണ ചേർത്തേച്ച് നമ്മുടെ തലയിൽ തേക്കുകയോ ചെയ്യണം. പക്ഷേ അതിനൊക്കെ നല്ലത് എനിക്കൊന്ന് ആദ്യമേ മുടിയിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് മുടിയൊന്ന് ഒരിച്ചിരി ഒന്ന് നേരെ ഒന്ന് മുടിയൊന്ന് കെട്ടിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തലയിൽ പറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെ അച്ഛൻ്റെ മുടി ഒന്ന് മുറിക്കുകയും കൂടെ ചെയ്യുന്നുണ്ടേ. ഇതിനകത്തിപ്പോൾ ചെമ്പ് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടോ കറുപ്പ് കളർ കണ്ടോ. അച്ഛൻ്റെ മുടിക്ക് നല്ല ചെമ്പ് കളറായിരുന്നു, ഇതുകൊണ്ട് ഇപ്പോൾ കറുപ്പ്. ഇതുകൊണ്ട് ഇങ്ങനെ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ കുഴപ്പമാണ്. ഭയങ്കര വെയിലാണ് ഇവിടെ. ആ വെയിലടിക്കുന്നിടത്തോട്ട് വെയിൽ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതടിക്കുന്നത്. അപ്പോൾ മുടിയുടെ ഇന്നാളൊരു ദിവസം മുറിച്ചായിരുന്നു. അപ്പോൾ വീണ്ടും മുടിയൊക്കെ മുറിക്കാറായി വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ എണ്ണ തല തേച്ചേക്കാണ് കേട്ടോ. നല്ലപോലെ എണ്ണ തല തേച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിലോട്ട് പായ്ക്കൊന്നിടാം, മുടിയുടെ തുമ്പൊന്ന് മുറിച്ചതിന് ശേഷം. എന്നിട്ട് ഇത് നമ്മൾ തലയിലോട്ട് ഇങ്ങനെ, ഞാൻ ഇതുപോലെ ഒരു സിറിഞ്ച് എടുത്ത് വെച്ച് അതിനകത്തോട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് തലയിലോട്ട് ഇങ്ങനെ സ്കാൽപ്പിലേക്ക് തേച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒട്ടും പോകാതെ നമുക്ക് തലയിൽ നല്ല ഇതായിട്ട് പുരട്ടാൻ പറ്റും. ഇങ്ങനെ എണ്ണ പുരട്ടാതെ തല പുരട്ടുകയും ചെയ്യരുത് കേട്ടോ. ഞാനിപ്പോൾ എണ്ണ പുരട്ടി വെച്ച് നിൽക്കുമായിരുന്നു വെച്ചു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ എണ്ണ പുരട്ടുന്നതിനകത്ത് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആരും എണ്ണ പുരട്ടാതെ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ മുടി ചകിരിനാര് പോലെ ഇരിക്കുകയും ചെയ്യും, മുടിയുടെ ഭംഗിയെല്ലാം പോവുകയും ചെയ്യും കേട്ടോ. നല്ലപോലെ തല എണ്ണ തേച്ചതിന് ശേഷമേ തലയിൽ പറ്റാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും അച്ഛൻ്റെ തലയിൽ ഇനി കുറേശ്ശെ ഇതുപോലൊരു സിറിഞ്ച് എടുക്കാമെങ്കിൽ ഉണ്ടല്ലോ, സിറിഞ്ചിനകത്താകുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് എടുക്കാനും പറ്റും. നമുക്ക് തലയിൽ പറ്റുമ്പോൾ മേത്ത് വീഴത്തില്ല. അതുപോലെ നമുക്ക് തലയിൽ ഇങ്ങനെ നമുക്ക് മുടി പകഞ്ഞെടുത്തുണ്ടല്ലോ സ്കാൽപ്പിലേക്ക് നല്ലപോലെ നമുക്ക് തേക്കാനും പറ്റും. ഇത് കേട്ടോ, നല്ലപോലെ അതിൽ നമുക്ക് മുടിയുടെ ചുവട്ടിലേക്ക് തന്നെ ആ ജെല്ല് നമുക്ക് പുരട്ടി കൊടുക്കാനായിട്ട് നല്ലപോലെ പറ്റും.
അപ്പോൾ ഇത് മുഴുവനും ഒന്ന് മുടിയിലൊന്ന് പുരട്ടി കൊടുക്കട്ടെ. ഇതിപ്പോൾ നമുക്ക് തന്നെയാണേലും പറ്റും കേട്ടോ, ഒരാൾ പുരട്ടി തരണമെന്നില്ല. ഇങ്ങനൊരു സിറിഞ്ച് ഉണ്ടെങ്കിൽ ഇതുപോലെ മുടിയുടെ ഇടയ്ക്കോട്ട് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് തല പറ്റുന്ന അറിയാമല്ലോ, അതനുസരിച്ച് വീണ്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് തന്നെത്താനാണേലും പുരട്ട, ഒട്ടും നമ്മുടെ മേത്ത് വീഴാതെ കണ്ണാടി നോക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മുഴുവൻ വെച്ചിട്ട് തല പുരട്ടി കൊടുക്കട്ടെ. തലയിൽ നല്ലപോലെ നമ്മുടെ ജെല്ലെല്ലാം പുരട്ടി കേട്ടോ. പുരട്ടിച്ച് നമ്മൾ ഏത് ഇത് പുരട്ടിയാലും തല നല്ലപോലെ മസാജ് ചെയ്തും കൂടെ നമ്മൾ കൊടുക്കണേ. മസാജ് ചെയ്ത് കൊടുത്തേച്ച് ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കേ തല കഴുകാവുള്ളൂ. അതുവരെ തലയിൽ അതിരിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു 20 മിനിറ്റാണ് തലയിൽ വെക്കേണ്ടത് കേട്ടോ. പിന്നെ ഈ നീർവീഴ്ചയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നെറുകയിൽ ഇച്ചിരി എണ്ണ തേച്ചിട്ട് ചെയ്താലും മതി, നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു 2-3 ദിവസം അടുപ്പിച്ച് ഈ ജെല്ല് പുരട്ടുന്നത് നല്ലതാണ്. 2-3 ദിവസം അടുപ്പിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, ഒരു പാത്രത്തിൽ അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് പുരട്ടുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് മുമ്പേ എടുത്ത് വെളി വെക്കുക. അങ്ങനെ പുരട്ടിയാൽ നല്ലപോലെ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു 2-3 മിനിറ്റെങ്കിലും തലമുടി നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം മുടി കെട്ടി വെക്കണം. കെട്ടി വെച്ചേച്ച് ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ, ഏറ്റവും കുറഞ്ഞാണ് 20 മിനിറ്റ്. എന്നിട്ട് മുടിയിൽ നല്ലപോലെ ഒന്ന് ഇപ്പം ഉണക്കൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ നല്ലപോലെ ചൂടാകുന്നുണ്ട്, ടാങ്കിലെ വെള്ളമൊക്കെ. അപ്പോൾ ആ വെള്ളം കൊണ്ട് നമുക്ക് ചുമ്മാ അങ്ങനെ കഴുകിയാൽ മതി. എന്നിട്ട് ഇതുപോലെ മുടി ഒന്ന് കെട്ടി വെക്കുക. കെട്ടി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയാൽ മതി കേട്ടോ. അപ്പം നേരത്തെ ഈ നീർക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ ഇച്ചിരി നേരത്തെ അങ്ങ് തലയിൽ പരട്ടിയാൽ മതി. ഉച്ചയ്ക്ക് മുന്നേ പരട്ടിയൊന്നും കഴിയാതെ വരത്തില്ല, യാതൊരു പ്രശ്നം വരത്തില്ല കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. തലയിൽ പരട്ടിയാൽ നല്ലപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കയ്യെ പച്ചക്കളറൊക്കെ ഉണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല, കഴുകുമ്പോൾ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇനി 20 മിനിറ്റ് കഴിഞ്ഞ് ഇനി വെച്ച് മുടിയൊക്കെ കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം തലയിൽ പറ്റുന്ന എല്ലാം മസാജ് ചെയ്യുന്ന എല്ലാം കാണിച്ചല്ലോ, അതുപോലെ ചെയ്യുക. 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക. പിന്നെ നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുന്ന ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് കാണുന്നവർ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ സത്യാവസ്ഥ എന്നാന്ന് കൂടെ അറിഞ്ഞിട്ട് വേണം കേട്ടോ നെഗറ്റീവ് കമൻറ്റ് ഇടാനായിട്ട്. ചിലർ ഓരോന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്, പക്ഷേങ്കിൽ അത് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ഇടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഇടണ്ട, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇടുക, അതല്ലേ നല്ലത്. പിന്നെ നെഗറ്റീവ് പറയുന്നവർ പറയുക, അത് ഒരു രസമാണ് കേൾക്കാനും വായിക്കാനും ഒക്കെ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ മറക്കണ്ട കേട്ടോ, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ മുടിയുടെയൊക്കെ ടിപ്സൊക്കെ ആക്കിയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാവേ.